ബിഗ് ബോസിൽ നിന്ന് എനിക്ക് കിട്ടിയ റെമ്യൂണറേഷൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്ക് നൽകാനായി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആളെ മനസ്സിലായല്ലോ, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 പ്രവീണാണ്. പ്രവീണിന് ബിഗ് ബോസ് വഴി കിട്ടിയിട്ടുള്ള ലക്ഷങ്ങൾ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി കൊടുക്കാൻ പോവുകയാണെന്നാണ് പ്രവീൺ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊരൊറ്റ കണ്ടസ്റ്റൻസ് പോലും ഒരു കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വളരെ നല്ല തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെടും. എന്താ കാര്യം എന്നല്ലേ പറഞ്ഞുതരാം. വളരെ നല്ലൊരു തീരുമാനമാണ്. ബിഗ് ബോസ് വഴി കിട്ടിയിട്ടുള്ള പൈസ ഇന്ന് വരെ ആരും ഇതുപോലെ ഒന്നൊരു ചാരിറ്റി പ്രവർത്തനം ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഇതിനെപ്പറ്റി മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വീഡിയോസിന് വേണ്ടിയിട്ട്. നമുക്ക് പ്രവീണിന്റെ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. ബിഗ് ബോസ് സീസൺ 7 2 ആഴ്ച മാത്രം നിന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് പ്രവീൺ. പ്രവീൺ ഇപ്പൊ പറയുന്നത് പ്രവീണിന് ബിഗ് ബോസ് വഴി കിട്ടിയിട്ടുള്ള എമൗണ്ട് മുഴുവനായിട്ട് പ്രവീൺ ആർക്ക് കൊടുക്കാൻ പോവാണ്? പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പോവാണെന്നാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹായ് എവരിവൺ, നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും. ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്ന് എനിക്ക് കിട്ടിയ റെമ്യൂണറേഷൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്ക് നൽകാനായി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് ആർക്ക് കൊടുക്കണമെന്നോ എവിടെ കൊടുക്കണമെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല. അതിനായിട്ട് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. നിങ്ങളുടെ അറിവിലോ നിങ്ങളുടെ അടുത്തുള്ളവരോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആയിട്ടുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് എൻ്റെ ഇൻബോക്സിൽ അറിയിക്കുക. വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസിൽ വന്നിട്ടുള്ള പല പല കണ്ടസ്റ്റൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് വന്ന് വീടിനകത്ത് നിന്ന് ചാരിറ്റി പറയുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട്. ഈവൻ ഈ സീസണിലായാലും ഈ പൊതിച്ചോറ് കൊടുത്ത കഥയൊക്കെ വലിയ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു. മുന്നുള്ള സീസണുകളിൽ പലരും വന്നിട്ട് ഞാൻ അത് ചെയ്യാറുണ്ട് ഇത് ചെയ്യാറുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിന്റെ ലൈവ് 24/7 കണ്ട ആളാണ് ഞാൻ. പ്രവീൺ വന്ന അതിനകത്ത് അങ്ങനെ ഒരു പരിപാടിയൊന്നും പറഞ്ഞതായിട്ടൊന്നും എൻ്റെ ഒരു ഓർമ്മയിലില്ല. പക്ഷേ ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയിട്ടുള്ള എമൗണ്ട് മൊത്തമായിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. മൊത്തമായിട്ടെന്ന് പറയുമ്പോൾ ഏതാണ്ട് എത്ര ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും? എത്ര ദിവസം പ്രവീൺ അതിനകത്ത് നിന്നു? നമുക്ക് ബാക്കിയൂടെ കേട്ടു നോക്കാം. പ്രവീണ് സ്വന്തമായിട്ട് കൊടുത്ത് വലിയ ആളാവാനല്ല നോക്കുന്നത്. കാരണം ഈ വീഡിയോക്കകത്ത് പ്രവീണ് പറയുന്നത് നിങ്ങൾ പറയൂ, നിങ്ങൾക്കറിയാമെന്നുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുള്ള സംഭവങ്ങൾ എൻ്റെ DM-ലേക്ക് അയച്ചു തരൂ, നമുക്കത് നോക്കാം എന്നാണ് പറയുന്നത്. ഞാൻ അവരെ പേഴ്സണലി വെരിഫൈ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് അഷ്വർ ചെയ്യാം, ഇവരുടെ ആരുടെയും വീഡിയോയോ ഇവരുടെ ഐഡന്റിറ്റിയോ ഒന്നും തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുകയോ അല്ലെങ്കിൽ എവിടെയും പബ്ലിസിറ്റി കൊടുക്കുകയോ ചെയ്യുന്നതായിരിക്കത്തില്ല. അപ്പൊ എന്തായാലും ഇതിനെ തുടർന്നൊരു വീഡിയോ ഇനിയിപ്പോ വരില്ല. കാരണം ഇനിയിപ്പോ കുറെ ഇൻബോക്സിലെ മെസ്സേജസ് വരുന്നുണ്ടാവും. അതിനെ വെരിഫൈ ചെയ്ത് പ്രവീൺ ഇഷ്ടം പോലെ കൊടുക്കുമായിരിക്കും. പ്രവീണിന് ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നവർക്ക് കൊടുക്കുമായിരിക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് ഇനി ഒരു വീഡിയോ ഇന്ന ആൾക്ക് കിട്ടി ഇന്ന ആൾക്ക് വന്നു എന്നുള്ള സാധനം വരില്ല. കാരണം പ്രവീൺ തന്നെ പറയുന്നത് അവരുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും തന്നെ പുറത്തു വിടുന്നത് വളരെ നല്ല കാര്യം. കാരണം ചിലർക്ക് ഇപ്പം ഒരാൾ നമ്മളെ സഹായിച്ചു കഴിഞ്ഞാലും അയ്യോ അത് വേണ്ട, അത് പുറത്തറിയണ്ട, നമ്മൾ ഇന്ന സഹായം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നിൽക്കുന്നവരാണെന്ന് കരുതുന്നുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും അങ്ങനെ വേണ്ട, ഞാൻ എന്തായാലും അത് വന്ന് ഇടുന്നില്ല എന്ന് പറഞ്ഞൊരു ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഹൈലൈറ്റ് ഇതൊന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനുമായിട്ടുള്ള തിരിച്ചുള്ള എൻ്റെ ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം നിങ്ങളുടെ ഒരു ഷെയർ കാരണം ഏതെങ്കിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതായിരിക്കും. ഇത്രയും നാളും നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാമായിട്ട് എനിക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ചെറിയ കാര്യം മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ, അപ്പൊ ഇത്രയാണ് സംഭവം. ഇനി ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പ്രവീൺ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ കമന്റ് ബോക്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസ്, ബാക്കിയുള്ള സീസണൊക്കെ പോട്ടെ, സീസൺ 7 ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ഇതിന് കമന്റ് ചെയ്തിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ഞാനൊരു കമന്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലല്ലോ. നമ്മുടെ കിഷൻ സാർ ഏഷ്യനെറ്റിന്റെ ഹെഡ് കമന്റ് ചെയ്തിട്ടുണ്ട്, ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞിട്ട്. അതിന് താഴെ ബിഗ് ബോസിന്റെ ക്രിയേറ്റീവ് ഹെഡ് ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അലീന പടിക്കൽ കമന്റ് ചെയ്തിട്ടുണ്ട്, റെസ്പെക്ട് യു മാൻ, ദാറ്റ്സ് എ ഗ്രേറ്റ് ഡിസിഷൻ. റസ്മിൻ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരിക്കും അലീന പടിക്കലിന്റെ കേസ് എടുത്ത് പറയുമ്പോൾ അവരുടെ സീസൺ കഴിഞ്ഞ സമയത്ത് കൊറോണ ആയിരുന്നു. എന്തായാലും പൈസയ്ക്ക് അത്യാവശ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അലീന പടിക്കലിനെ നമുക്ക് വിട്ടേക്കാം ഈ കാര്യത്തിൽ. റസ്മിൻ കോമണർ ആണ്, അപ്പൊ റസ്മിനെ നമുക്ക് ഈ കേസിൽ വിട്ടേക്കാം. വേറെ ഒരൊറ്റ കണ്ടസ്റ്റന്റ് പോലും ഈ സീസൺ 7, ബാക്കി എല്ലാ സീസണും പോട്ടെ, സീസൺ 7 ഒരു കണ്ടസ്റ്റന്റ് പോലും ആ ഗുഡ് ഡിസിഷൻ അല്ലെങ്കിൽ ഗോഡ് ബ്ലസ് യു അല്ലെങ്കിൽ വളരെ നല്ലൊരു തീരുമാനം, ഒരു റിവ്യൂവറായ ഞാൻ ഇട്ടിട്ടുള്ള കമന്റ് പോലും ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അവരാരും ഇട്ടിട്ടില്ല. എന്താ കാര്യം എന്നറിയാമോ? കാരണം ഇവരാരും ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നില്ല. അപ്പോൾ പ്രവീണിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട്
നല്ല കാര്യമാടാ, നീ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നീ എന്താടാ കൊടുക്കാത്തേ എന്നൊരു ചോദ്യം വരും. സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെ തെറ്റ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പ്രവീൺ ചെയ്ത നല്ല കാര്യത്തിന് ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ആരും മിണ്ടാതിരിക്കുന്നത്. കാരണം നമ്മൾ പോയി കൺഗ്രാജുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എടാ അടിപൊളിയാടാ സൂപ്പറാടാ എന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ നീ എന്താ കൊടുക്കാത്തേ, നിനക്ക് കിട്ടാതെ എന്ന് വരുന്നില്ലല്ലോ, നീ എന്താ കൊടുക്കാത്തേ എന്നുള്ള ചോദ്യം വരും. അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു കണ്ടസ്റ്റന്റ് പോലും കമന്റ് ചെയ്തിട്ടില്ല. 25 കണ്ടസ്റ്റന്റ് ഉണ്ട് സീസൺ 7-ൽ, 24 പേരും കമന്റ് ചെയ്തിട്ടേ ഇല്ല ഇതിനകത്ത്. അതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു പ്രത്യേകത. അത് തന്നെ ഞാൻ വിചാരിച്ചു ആരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എവിടെന്ന് കമന്റ് ചെയ്യുവോ എങ്കിൽ അവര് കുരുങ്ങൂലേ, ആൾക്കാർ പിന്നെ അടുത്ത് ഏറലാക്കൂലേ, അതുകൊണ്ട് മിണ്ടാതെ മാറിയിരിക്കുവാണ്. ഇനി ഏതാണ്ട് എത്ര ലക്ഷം രൂപ വരും നമുക്കൊന്നൊരു കണക്ക് കൂട്ടി നോക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ എല്ലാവർക്കും പേയ്മെന്റ് കുറവാണ്, എന്നാലും ഒരു 10-25,000 രൂപയെങ്കിലും ഡെയിലി കിട്ടും. പോട്ടെ, ഒരു 10,000 രൂപ വെച്ച് നമുക്ക് കൂട്ടാം. 10,000 രൂപ വെച്ച് 14 ദിവസം പ്രവീൺ ബിഗ് ബോസിനകത്ത് നിന്നു. ഡേ 28 മുതൽ ഡേ 42 വരെ ആണെന്ന് തോന്നുന്നു. ഒരു 10,000 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ 14 ദിവസത്തേക്ക് 1,40,000 രൂപ വരും. 1,40,000 രൂപ. ഫിനാലേക്ക് 2 ദിവസം അവരവിടെ ഉണ്ടായിരുന്നു, വീടിനകത്ത് ഒരു 5 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1,50,000 രൂപ 5 ദിവസം വീട്ടിനകത്ത് ഉണ്ടായിരുന്നല്ലോ, 1,50,000 രൂപ വരും. ഇനി ഒരു 20,000 രൂപ വെച്ച് കൂട്ടുവാണെങ്കിൽ എത്ര വരും? ഒരു 3,00,000 സംതിങ് രൂപ വരും 20,000 രൂപ വെച്ച് കൂട്ടുവാണെങ്കിൽ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കിട്ടാൻ പോകുന്ന ആൾക്ക് കിട്ടുന്നത് വലിയൊരു എമൗണ്ട് ആണ്. ആർക്കായാലും ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾ കിട്ടട്ടെ. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഈ പറയുന്ന പോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്. എന്തായാലും പ്രവീണിനോട് ഒത്തിരി എന്താ പറയുക, നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനൊരു കാര്യം ആരും ചെയ്യത്തില്ല. ഈവൻ അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുമ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ പോലും നമ്മുടെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ബിഗ് ബോസിനകത്ത് പോയി കിട്ടിയ ഒരു എമൗണ്ട് കുട്ടികൾക്ക് വേണ്ടി, അതും പഠിക്കാനായിട്ട് ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഡൊണേറ്റ് ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ്. അത് പ്രവീൺ തന്നെ പേഴ്സണലി വെരിഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു രീതിയിലുള്ള, ഇപ്പോൾ നമുക്ക് അനാഥാശ്രമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പല ഏജന്റുകളായിക്കോട്ടെ, ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന പലരും ഉണ്ടല്ലോ. പല രീതിയിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിലിപ്പം നടക്കുന്നുണ്ട്. അപ്പം അതൊന്നും നടക്കാതെ പ്രവീൺ തന്നെ ഇതെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നു, സ്വയം വെരിഫൈ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല കാര്യം. എന്തായാലും കുറഞ്ഞത് 1,00,000 രൂപയെങ്കിലും ഉണ്ടാവുമല്ലോ. അത് കൊടുക്കാൻ കാണിച്ച മനസ്സിനോട് ഒത്തിരി സ്നേഹം. ഒരു റിവ്യൂവർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് അവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിപ്പോയി. എന്തായാലും കൊള്ളാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം, വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ.